അതീവ സുരക്ഷയുള്ള ബി സെല്ലിൽ നിന്ന് ഈ ഇരുമ്പറ, അതായത് ഈ പറയുന്ന ജയിലിലെ കമ്പി, അതിൽ ഏറ്റവും താഴത്തെ അഴി മുറിച്ച് പുറത്തേക്ക് മെല്ലെ നൂർത്ത് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഗോവിന്ദച്ചാമിയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രേക്ഷകർ കാണുന്ന ആ ദൃശ്യങ്ങളാണ്. പ്രേക്ഷകരുടെ മുന്നിലുള്ളത് ആ സി ബ്ലോക്കാണ്. സി ബ്ലോക്കിൽ നമ്മൾ ഇന്നലെയും മെനഞ്ഞാന്നൊക്കെ പറഞ്ഞതുപോലെ തന്നെ തൻ്റെ വലിയ ഭാരമുള്ള ശരീരഭാരമൊക്കെ കുറച്ച് നൂലുപോലെയായി, അതൊക്കെ വളരെ ആസൂത്രിതമായിരുന്നു. അങ്ങനെ വളരെ ചെറിയ ഒരു അഴിക്കുള്ളിലൂടെ പുറത്തേക്ക് കടക്കാൻ പാകത്തിൽ ശരീരമാക്കിയതിനു ശേഷമാണ് ഇരുമ്പറ മെല്ലെ കയ്യിൽ കിട്ടിയ സ്വന്തമായി നിർമ്മിച്ച ചെറിയ ആയുധം വെച്ച് മുറിച്ച് 1.5 മാസത്തോളം മുറിച്ച് അത് തകർത്തതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയത്. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഏറ്റവും താഴത്തെ അഴിയാണ് മുറിച്ചത്. ഇങ്ങനെ 3 ലെയറായിട്ടുള്ള അഴികളാണ്. അതിൽ ഏറ്റവും താഴത്തെ അഴി മുറിച്ചതിന് ശേഷം അത് പൂർണ്ണമായി മാറ്റിയതിനു ശേഷം അതിലേക്ക് പുറത്തേക്ക് ഇറങ്ങി വരികയായിരുന്നു. ഈ പറഞ്ഞതുപോലെ വളരെ ചെറിയ ഗ്യാപ്പാണ്. വളരെ ചെറിയ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം എരിഞ്ഞ ആളുകൾക്ക് മാത്രമേ അതിൽ ഇറങ്ങാൻ കഴിയുള്ളൂ. ഇതിനു വേണ്ടി തന്നെയായിരുന്നു ഗോവിന്ദച്ചാമി വലിയ ഡയറ്റൊക്കെ നടത്തി മെലിഞ്ഞത്. ആ കാര്യങ്ങളൊന്നും, അല്ലെങ്കിൽ ആ മെലിച്ചിലിന്റെ പിന്നിലെ കഥകളൊന്നും അവിടുത്തെ ഉദ്യോഗസ്ഥർ അറിഞ്ഞില്ല. പക്ഷേ ഗോവിന്ദച്ചാമിക്ക് കൃത്യമായ ആസൂത്രണം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ പറഞ്ഞ ഗോവിന്ദച്ചാമി ലക്ഷ്യമിട്ട ഭാരത്തിലേക്ക് ശരീരം എത്തിയപ്പോൾ ഒട്ടും കാത്തുനിന്നില്ല, അമാന്തിച്ചില്ല. 1.5 മാസമായി തുടർച്ചയായി പതിയെ മുറിച്ചു തുടങ്ങിയ ഇരുമ്പറ പൂർണ്ണമായി മാറ്റി നുഴഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന. ഏറ്റവും നിർണായകമായ ദൃശ്യങ്ങളാണ്. വലിയ സുരക്ഷാ വീഴ്ച ജയിൽ വകുപ്പിൽ ഉണ്ടായെന്നടക്കം വലിയ ആരോപണങ്ങൾ അത് ഏകദേശം സ്ഥിരീകരിക്കുന്ന രീതിയിൽ തന്നെ, ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ തന്നെ ദൃശ്യങ്ങളടക്കം പുറത്തു വരുമ്പോൾ ഇതാ ഗോവിന്ദച്ചാമി സുഗമമായി ജയിലിൽ നിന്ന് പുറത്തേക്ക് ചാടുന്ന, സെല്ലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഏറ്റവും നിർണായക ദൃശ്യങ്ങൾ. അരുൺ പൂപ്പറമ്പ തുടരാം. സുഹേൽ, ഏറ്റവും നിർണായകമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ജയിലിനകത്തെ CCTV ദൃശ്യങ്ങളാണ്. ഇതിൽ കൃത്യമായി തന്നെ ഗോവിന്ദച്ചാമി 10-ാം ബ്ലോക്കിലെ 10B സെല്ലിൽ നിന്ന് അതിൻ്റെ താഴ്ഭാഗത്തെ ഇരുമ്പ് കമ്പികൾ മുറിച്ച് മാറ്റി അത് നൂഴ്ന്നിറങ്ങി പുറത്തോട്ടിറങ്ങുന്ന ദൃശ്യങ്ങൾ കൃത്യമായി തന്നെ അതിൽ പതിഞ്ഞിട്ടുണ്ട്. നമുക്കറിയുന്നത് പോലെ പുലർച്ചെ 1:10-നാണ് ഈ സെല്ലിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ്, നിർണായകമായിട്ടുള്ള ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. നേരത്തെ പോലീസിനെയും അതോടൊപ്പം തന്നെ അന്വേഷണത്തിലൊക്കെ പറഞ്ഞതുപോലെ അതിൻ്റെ താഴ്ഭാഗത്ത് അതിൻ്റെ ചിത്രങ്ങളും ഇന്ന് രാവിലെ പുറത്തു വന്നിരുന്നു. സെല്ലിൻ്റെ താഴ്ഭാഗത്തെ 2 ഇരുമ്പ് കമ്പികളാണ് മുറിച്ചു മാറ്റിയത്. അതിനേറെ സമയമെടുത്തു. അതിൻ്റെ വിവരങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നതാണ്. മാസങ്ങളെടുത്ത ആസൂത്രണം. അതിന് ആയുധം ഈ ജയിലിനകത്ത് തന്നെ കണ്ടെത്തി അതിന് മൂർച്ച കൂട്ടി ഈ ബ്ലേഡ് സമാനമായിട്ടുള്ള ഒരു ആയുധം ഈ ഗോവിന്ദച്ചാമി തന്നെ രൂപപ്പെടുത്തിയെടുത്തു. അങ്ങനെ പതിയെ ഈ രാഗി മിനുക്കി അത് മുറിച്ച് എടുക്കുകയായിരുന്നു. അതിനിടെ ഈ മുറിക്കുന്നതിനിടെ ഇത് മറ്റ് ആൾക്കാർ, ഈ ജയിൽ സുരക്ഷാ ജീവനക്കാർക്കുൾപ്പെടെ കാണാതിരിക്കാൻ അവർ മുന്നിൽ മറച്ചു വെക്കുന്നതിന് വേണ്ടി ഈ നൂല് കൊണ്ട് കെട്ടി അത് മറച്ചു വെക്കുകയുൾപ്പെടെ ചെയ്തിരുന്നു. അതിൻ്റെ വിവരങ്ങളും നേരത്തെ പുറത്തു വന്നതാണ്. രാവിലെ പുറത്തു വന്ന ചിത്രത്തിലും അത് വ്യക്തമായിരുന്നു. അങ്ങനെ ഈ സെല്ലിൻ്റെ താഴ്ഭാഗത്ത് 2 ഇരുമ്പ് കമ്പികൾ മുറിച്ചു മാറ്റിയാണ് ഭാഗത്തോട് ഇയാൾ നൂഴ്ന്നിറങ്ങി പുറത്തോട്ട് പോയത് എന്നതാണ് നേരത്തെ തന്നെ പുറത്തു വന്ന വിവരങ്ങൾ. അത് തെളിയിക്കുന്ന നിർണായകമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഇതിന് ശേഷം ഇയാൾ ആ ജയിൽ കോമ്പൗണ്ടിൽ ഏകദേശം 3 മണിക്കൂറിലേറെ ചെലവഴിച്ചു എന്നതാണ് പറയുന്നത്. 4 മണിക്ക് ശേഷമാണ് ഇയാൾ ഈ മതിൽ ചാടുന്നത്, അതായത് ജയിൽ ചാടുന്നത്. ഈ 1:10-ന് ഈ സെല്ലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ഇയാൾ പലതരത്തിൽ ആദ്യം നേരെ ഈ ക്വാറന്റൈൻ ബ്ലോക്കിലേക്കാണ് പോയത്. അതിന് മുമ്പ് ഒരു മതിലുണ്ട്. ആ മതിൽ അയാൾ ചാടിക്കടക്കുന്നു. അതിനുവേണ്ടി പ്രത്യേകം അവിടെ ഉണ്ടായിരുന്ന ബീപ്പകൾ ഒക്കെ ഉപയോഗിക്കുന്നു. ഈ വെള്ളം ശേഖരിക്കാൻ ഉപയോഗിച്ച ടാങ്കുകളൊക്കെ ആദ്യഘട്ടത്തിൽ ഉപയോഗിക്കുന്നു. അതിനുശേഷം ഈ ക്വാറന്റൈൻ ബ്ലോക്കിലേക്ക് ഇയാൾ എത്തുന്നു. ക്വാറന്റൈൻ ബ്ലോക്കും കടന്നു വേണം ഈ പ്രധാനപ്പെട്ട ഈ 7.5 മീറ്റർ നീളമുള്ള, അതിന് മുകളിൽ ഇലക്ട്രിക് ഫെൻസിംഗ് ഉള്ള പ്രധാനപ്പെട്ട ഈ മതിലിൻ്റെ അടുത്തേക്ക് എത്താൻ. അതിനുവേണ്ടി ഈ കാര്യങ്ങൾ, അതായത് അതിൻ്റെ ചാടുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റ് കാര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയാണ് ഇത്രയും സമയം അയാൾ ജയിൽ കോമ്പൗണ്ടിൽ എടുത്തത്. അതിൻ്റെ ദൃശ്യങ്ങൾ കൂടി പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും സമയമെടുത്ത ജയിൽ പരിസരത്ത്, ജയിൽ കോമ്പൗണ്ടിൽ, പ്രത്യേകിച്ച് ഈ 10-ാം ബ്ലോക്കിൻ്റെ പരിസരത്ത്, ഈ ക്വാറന്റൈൻ ബ്ലോക്കിൻ്റെ പരിസരത്ത്, പിന്നീട് ഈ നിലവിൽ ജയിൽ ചാടിയിട്ടുള്ള മതിലിൻ്റെ ഭാഗം, അതായത് പുറത്ത് ആകാശവാണി നിലയത്തിൻ്റെ ഒക്കെ സമീപത്ത് ഉള്ള ആ ഭാഗത്തെ ജയിലിനകത്തുള്ള വശത്ത്
അയാൾ ചെലവഴിച്ചിട്ടുണ്ട്. അതിന് ഈ വെള്ളം ശേഖരിക്കുന്ന ഈ ടാങ്ക് അയാൾ മുകളിലേക്ക് കയറുന്നതിന് വേണ്ടി ഉപയോഗിച്ചു. പാത്രങ്ങൾ, അതായത് ബീപ്പകൾ ഉപയോഗിച്ചു. അങ്ങനെ ഇയാൾ നേരത്തെ തന്നെ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം, അയാളുടെ കയ്യിൽ ഒരു 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 സഞ്ചി കാണാം. അതിൽ തുണിയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇയാൾ നേരത്തെ തന്നെ ശേഖരിച്ചു വെച്ച തുണികൾ അയാളുടെ കയ്യിലുണ്ടായിരുന്നു. ഈ ജയിൽ ചാടുന്നതിന് വേണ്ടി ഇയാൾ ഉപയോഗിച്ചത് ജയിലിൽ നിന്നുള്ള പുതപ്പുകളാണ്. അത് കൂട്ടിക്കെട്ടിയാണ് അയാൾ ഉപയോഗിച്ചത്. അതിൽ ഈ ജയിലിന് ഇപ്പുറത്തെ വശത്ത് മറ്റൊരു തുണിയും ജയിലിന് അപ്പുറത്തേക്ക് കടക്കാൻ മറ്റൊരു തുണിയാണ് എന്ന തരത്തിലാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ആ വസ്ത്രങ്ങൾ, ആ തുണികൾ അയാളുടെ കയ്യിലുണ്ട്, അയാളുടെ പക്കലുണ്ട്. അതും ഈ CCTV ദൃശ്യത്തിൽ കൃത്യമായി തന്നെ കാണാം. ഈ തുണികളുമായാണ് അയാൾ ഈ പുറത്തേക്ക്, സെല്ലിൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്നത്. നേരത്തെ തന്നെ ഈ തുണികളൊക്കെ അയാൾ ഈ സെല്ലിൽ തന്നെ ശേഖരിച്ചു വച്ചിരുന്നു. അപ്പോൾ ഇത്രത്തോളം ആസൂത്രണം ഇതിൽ നടന്നിട്ടുണ്ട് എന്നതാണ് ഈ ദൃശ്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത്. അതായത് ഈ ആയുധം ഇയാൾ ഈ സെല്ലിൽ സൂക്ഷിച്ചു വെക്കുന്നു. അതിനുശേഷം ഈ ജയിൽ ചാടുന്നതിനും ഇയാൾക്ക് മാറുന്നതിനും വേണ്ടിയിട്ടുള്ള വസ്ത്രങ്ങൾ ഇയാൾ ശേഖരിക്കുന്നു, അതും സെല്ലിൽ സൂക്ഷിച്ചു വെക്കുന്നു. അതിനുശേഷം ഈ സെല്ലിൻ്റെ താഴ്ഭാഗത്തുള്ള ഇരുമ്പ് കമ്പി മുറിച്ചു മാറ്റുന്നതിന് വേണ്ടി ദിവസങ്ങളും മാസങ്ങളും എടുത്ത് അത് പതിയെ ഈ ആയുധം ഉപയോഗിച്ച് മുറിച്ചു മാറ്റുന്നു. അത് മറ്റ് സുരക്ഷാ ജീവനക്കാരെ കാണിക്കാതിരിക്കുന്നതിനും അല്ലെങ്കിൽ അവർ കാണാതിരിക്കുന്നതിന് വേണ്ടി ഇത് മറച്ചു വെക്കുന്നു. അതിനെ നൂല് കൊണ്ട് ചുറ്റി മറച്ചു വെക്കുന്നു. അതിനുശേഷം കൃത്യസമയമായപ്പോൾ ഇയാൾ ഇത് മുറിച്ചു മാറ്റി പുറത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അതിസൂക്ഷ്മമായി അയാളുടെ ഈ ഗോവിന്ദസ്വാമിയുടെ ഒരു ശാരീരിക പ്രകൃതമൊക്കെ നേരത്തെ നമ്മൾ അതിൻ്റെയൊക്കെ വിവരങ്ങളൊക്കെ നമ്മൾ പങ്കുവച്ചതാണ്. അയാൾ ഒരു കൈക്ക് സ്വാധീനമില്ലാത്ത ആളാണ്. ഒരു കൈയില്ലാത്ത ആളാണെങ്കിൽ പോലും അയാൾക്ക് ഇതൊക്കെ സാധിക്കും എന്ന് നേരത്തെ ഇയാളെ പിടികൂടുന്ന ഘട്ടത്തിലുള്ള ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സാക്ഷ്യപ്പെടുത്തിയതാണ്. അത്രത്തോളം ആയോധനമായിട്ടുള്ള കഴിവുകൾ അയാൾക്കുണ്ട്. ഈ പലരും ഈ ഗോവിന്ദസ്വാമി തനിച്ചാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടപ്പിലാക്കിയതെന്ന് വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ പൊതുജനങ്ങൾ ഉൾപ്പെടെ പങ്കുവച്ചത് എങ്ങനെ സാധിക്കും, ഇയാൾക്ക് എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നു, ഈ സെല്ല് മുറിച്ചു മാറ്റി അതിലൂടെ കടക്കാൻ, പിന്നീട് ഇത്രയും ഉയരത്തിലുള്ള 7.5 മീറ്റർ മതിലിന് മാത്രം ഉയരമുണ്ട്, അതിന് മുകളിൽ ഇലക്ട്രിക് ഫെൻസിംഗ് ഉണ്ട്, ഇതൊക്കെ മറികടന്ന് ഇയാൾക്ക് ഒരു കൈ മാത്രമുള്ള ഇയാൾക്ക് എങ്ങനെ സാധിക്കുന്നു എന്ന സംശയങ്ങളൊക്കെ പ്രകടിപ്പിച്ചു. എന്തായാലും പോലീസിന്റെ അന്വേഷണം അതിൽ നടക്കുകയാണ്. പക്ഷേ അയാൾക്കത് സാധിച്ചു എന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ വ്യക്തമാകുന്നുണ്ട്. അയാൾ ഇത്ര വലിയ മതിൽ അയാൾക്ക് ഈ ചാടിക്കടക്കുന്നതിന് വേണ്ടി അയാൾ ഒരുക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായി അത്തരം വിവരങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഈ വലിയ വെള്ളം ശേഖരിക്കുന്ന ടാങ്ക് ഉൾപ്പെടെ എടുത്തു വച്ചാണ് അതിൻ്റെ മുകളിൽ കയറി ഇയാൾ നേരത്തെ തന്നെ കയ്യിൽ കരുതിയിരുന്ന ഈ തുണികൾ അതിന് മുകളിൽ കെട്ടിയാണ് ഈ മതിലിൻ്റെ മുകളിലേക്ക് കയറുന്നത്. ഈ വൈദ്യുതി പ്രവാഹമില്ല എന്ന് അയാൾ ഉറപ്പിക്കുന്നതിന് വേണ്ടി കൃത്യമായി അവിടെ അതിൽ സ്പർശിച്ച് നോക്കുന്നു. അതിനുശേഷം അത് ഉറപ്പിച്ചതിന് ശേഷമാണ് അയാൾ വീണ്ടും ഈ മതിൽ കടന്ന് പുറത്തേക്ക് ചാടുന്നത്. അതിനുവേണ്ടിയുള്ള ഈ തുണികളും അയാളുടെ പക്കലുണ്ടായിരുന്നു. അങ്ങനെ അവിശ്വസനീയമായിട്ടുള്ളൊരു ജയിൽ ചാട്ടമാണ് ഉണ്ടായിട്ടുള്ളത്. അതിനെ നേരത്തെ പുറത്തു വന്ന വിവരങ്ങൾ അതിനെ സാധൂകരിക്കുന്ന, അതിനെ തെളിയിക്കുന്ന നിർണായകമായിട്ടുള്ള ജയിലിനകത്തെ CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ സുരക്ഷാ വീഴ്ച സംബന്ധിച്ച് നേരത്തെ തന്നെ വിമർശനവും ആരോപണങ്ങളും ഉയർന്നിരുന്നു. ഇയാൾ ഇത്ര സമയമെടുത്ത് ഈ ജയിലിനകത്തുനിന്ന് പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ ഈ കാണുന്നതൊക്കെ ജയിലിനകത്തെ CCTV ദൃശ്യങ്ങളാണ്. അപ്പോൾ ഈ CCTV ദൃശ്യങ്ങൾ അവിടെ പരിശോധിക്കുന്നതിന് വേണ്ടി എല്ലാ രാത്രികളിലും അവിടെ ഡ്യൂട്ടിക്ക് ആളുണ്ടാവേണ്ടതാണ്. ഈ CCTV സർവേലൻസിന് അവിടെ ഡ്യൂട്ടിക്ക് ആള് വേണ്ടതാണ്, അല്ലെങ്കിൽ ഈ ജയിൽ വാർഡന്മാർ ഉണ്ടാവേണ്ടതാണ്. പക്ഷേ അന്ന് അത്തരം നിരീക്ഷണം, അത്തരം ഈ കാര്യങ്ങൾ, ഈ CCTV ദൃശ്യങ്ങൾ ഒക്കെ പരിശോധിക്കുന്നതിനും നിരീക്ഷിക്കുന്നതിനും വേണ്ടി ഡ്യൂട്ടിയിൽ ആളുണ്ടായിരുന്നില്ല എന്ന വിവരം ജയിൽ DIGയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ തന്നെ പുറത്തു വന്നിരുന്നു. അങ്ങനെ ഇയാൾക്ക് ഈ CCTV ദൃശ്യങ്ങൾ ആരും തന്നെ നോക്കാൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ അയാൾക്ക് യഥേഷ്ടം ഇത്ര സമയമെടുത്ത് ഈ ജയിൽ കോമ്പൗണ്ടിലൂടെ നടക്കാനും ഈ മതിൽ ചാടുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഒരുക്കാനും അയാൾക്ക് സമയം ലഭിച്ചു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.